രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ തീരുമാനത്തിലൂടെ വലിയ പ്രതികരണമൊന്നും കേരളത്തിലെ ബി.ജെ.പി നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടില്ല. വർഷങ്ങളായി കേരളത്തിലെ മറ്റു പാർട്ടിക്കാരുടെ ആട്ടും തുപ്പുമേറ്റ് കേരളത്തിലെ ബി.ജെ.പി നയിച്ച നേതാക്കന്മാരെ പാടെ അവഗണിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരെ കെട്ടിയിറക്കിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറും നിലപാടുകളുടെ കാര്യത്തിൽ വലിയ ക്വാളിറ്റി അവകാശപ്പെടാത്ത നേതാവ് തന്നെ. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുൻപ് രാജീവ് ചന്ദ്രശേഖർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. 18 വർഷം നീണ്ട പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നായിരുന്നു പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. നിമിഷങ്ങൾക്കകം പോസ്റ്റ് പിൻവലിച്ച് മുങ്ങിയ ചന്ദ്രശേഖർ പിന്നീട് അവതരിക്കുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കാണ്. മന്ത്രിസഭയിൽ ഇടം കിട്ടാതെ പോയതിലുള്ള നിരാശയായിരുന്നുവോ ആ പോസ്റ്റിന് പിന്നിലെന്ന് അറിയില്ല. പക്ഷേ അത് പിൻവലിക്കാനുള്ള തീരുമാനം ഇന്ന് അദ്ദേഹത്തെ കേരള സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കുന്നതിൽ നിർണായകമായി എന്ന് വ്യക്തമാക്കും. തിരഞ്ഞെടുപ്പിൽ തോറ്റുവെങ്കിലും രാജ്യസഭ വഴി കേന്ദ്രമന്ത്രിയാകാം എന്ന പ്രതീക്ഷയിലായിരുന്നു രാജീവ്. എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, MP സ്ഥാനം പോലും കിട്ടിയില്ല എന്ന അവസ്ഥ വരെ ഉണ്ടായി. എന്തായാലും MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, V മുരളീധരൻ തുടങ്ങിയ കേരള ബി.ജെ.പിയിലെ വമ്പന്മാരെ വീഴ്ത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരള ബി.ജെ.പിയിലെ അമരത്തേക്ക് വരുന്നത്. ഇനി കേരള ബി.ജെ.പിയുടെ ഔദ്യോഗിക മുഖം രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. കേരള രാഷ്ട്രീയത്തിൽ അത്രയൊന്നും ചിരപരിചിതമല്ലാത്ത രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ വെല്ലുവിളികൾ മറികടക്കുമെന്നും കണ്ടറിയേണ്ട കാര്യം തന്നെ. 1964 മെയ് 31 വ്യോമസേന ഉദ്യോഗസ്ഥൻ MK ചന്ദ്രശേഖരന്റെയും വല്ലി ചന്ദ്രശേഖരന്റെയും മകനായി അഹമ്മദാബാദിലായിരുന്നു രാജീവിന്റെ ജനനം. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ഷിക്കാഗോയിലെ ഇലിനോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടി. 1988 മുതൽ 1991 വരെ ഇന്ത്യയിൽ ജോലി ചെയ്ത ശേഷമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. വിവാഹശേഷം ഭാര്യ പിതാവ് TPG നമ്പ്യാരുടെ ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറീസ് എന്ന BPL ഗ്രൂപ്പിന് രാജീവും ഭാഗമായി. 1994 BPL മൊബൈൽ സ്ഥാപിക്കുന്നത്. 2005 രാജീവ് ചന്ദ്രശേഖർ $100 മില്യൺ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങി. ഇപ്പോൾ അത് $800 മില്യൺ വിപണി മൂല്യമുള്ള കമ്പനിയായി മാറിക്കഴിഞ്ഞു. 2006 ബി.ജെ.പിയിൽ ചേർന്നത്. ആ വർഷം തന്നെ കർണാടകയിൽ നിന്നും ബി.ജെ.പി സ്വതന്ത്രനായ രാജ്യസഭ അംഗമായി മാറി. 2006 മുതൽ 2018 വരെയുള്ള കാലയളവിൽ തുടർച്ചയായിട്ട് 2 തവണ കർണാടകയിൽ നിന്നുമുള്ള MP ആയി മാറിയ നേതാവ് 2021 രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് IT സഹമന്ത്രിയായും കളം നിറഞ്ഞു. തിരുവനന്തപുരത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രഖ്യാപനമായിട്ടായിരുന്നു 2024 രാജീവ് ചന്ദ്രശേഖരനെ ബി.ജെ.പി തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്നത്. തൊട്ടു മുൻപുള്ള തിരഞ്ഞെടുപ്പിൽ 90,989 വോട്ടുകൾക്കാണ് തരൂരിനോട് ബി.ജെ.പി അടിയറവ് പറഞ്ഞതെങ്കിൽ 2024 തരൂരിന് ഭൂരിപക്ഷം 16,077 കുറയ്ക്കാൻ രാജീവ് കഴിഞ്ഞു. കേരളത്തിലെ ഗ്രൂപ്പ് യുദ്ധങ്ങൾക്ക് വിരാമമിടാമെന്ന ലക്ഷ്യത്തോടെ തീർത്തും വ്യത്യസ്തനായ ഒരു നേതാവിനെ തേടിയപ്പോൾ ദേശീയ നേതൃത്വത്തെ രാജീവല്ലാതെ മറ്റൊരാളിന് എന്നില്ല എന്നത് വാസ്തവമാണ്. കേരളത്തിലെ ഗ്രൂപ്പ് യുദ്ധങ്ങൾക്ക് വിരാമമിടാമെന്ന ലക്ഷ്യത്തോടെ തീർത്തും വ്യത്യസ്തനായ ഒരു നേതാവിനെ തേടിയപ്പോൾ ദേശീയ നേതൃത്വത്തിന് രാജീവല്ലാതെ മറ്റൊരാളില്ല എന്നത് വാസ്തവമാണ്. കൃഷ്ണദാസ് പക്ഷം 1 V മുരളീധരൻ പക്ഷം 2 നിന്ന പാർട്ടിയിൽ രാജീവിന് വരവോടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പൊളിക്കാനാകുമെന്ന നിഗമനത്തിലാണ് ദേശീയ നേതൃത്വം എത്തി നിൽക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് തദ്ദേശീയ തെരഞ്ഞെടുപ്പാണ് ആദ്യ പരീക്ഷ. പന്തളം, പാലക്കാട് നഗരസഭകൾ നിലനിർത്തേണ്ടത് ജീവൻ മരണ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. വാഗൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.